കൊച്ചിയിലെ ചോറ്റാനിക്കര പ്രദേശം കഴിഞ്ഞ രാത്രി ഞെട്ടലോടെയാണ് ഒരു സഹോദര കൊലപാതക ശ്രമത്തിന് സാക്ഷ്യം വഹിച്ചത്. ലഹരിയുടെ കരാളഹസ്തത്തിൽ കുരുങ്ങിയ ഒരു തർക്കം ജ്യേഷ്ഠൻ അനുജന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് വഴിമാറി. പരിക്കേറ്റ മണികണ്ഠൻ നിലവിൽ ഗുരുതരമായിട്ടുള്ള ചികിത്സയിലാണ്. ഈ സംഭവം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും എത്രത്തോളം അപകടകരമായിട്ടുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന് ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഈ ക്രൂരമായിട്ടുള്ള സംഭവം അരങ്ങേറിയത്. ലഹരിയുടെ സ്വാധീനത്തിൽ ഒരു മനുഷ്യജീവൻ അപഹരിക്കാൻ ശ്രമിച്ച മാണിക്കനെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന മാണിക്കൻ ദീപാവലി ആഘോഷിക്കുന്നതിനായി സ്വന്തം നാട്ടിലെ ചോറ്റാനിക്കരയിൽ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ പ്രധാനപ്പെട്ട തുടക്കം. ആഘോഷങ്ങളുടെ ഭാഗമായി സഹോദരങ്ങളായിട്ടുള്ള ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപാനം ആരംഭിച്ചു. ആദ്യം ഒരു ബാറിൽ കയറി മദ്യപിക്കുകയും തുടർന്ന് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഈ മടക്ക യാത്രക്കിടെ ബൈക്കിലെ പെട്രോൾ തീർന്നുപോയത് സംഭവ പരമ്പരകളിലേക്ക് നയിക്കുകയും ചെയ്തു. തുടർന്ന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് കുപ്പിയിൽ ഇന്ധനം വാങ്ങിയ ശേഷമാണ് ഇവർ യാത്ര തുടർന്നത്. ലഹരിയിൽ നിയന്ത്രണം വിട്ട് നീങ്ങുന്ന ഒരു മനസ്സിന്റെ ഭീകരതയാണ് ഈ യാത്രയിൽ ഉടനീളം പ്രകടമായത്. ബൈക്കിൽ പെട്രോൾ അടിച്ച ശേഷം തിരികെ എത്തിയ സഹോദരൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് വീണ്ടും ലഹരി ഉപയോഗിച്ചു. മദ്യപാനത്തോടൊപ്പം മറ്റ് ലഹരി വസ്തുക്കളും ഇവർ ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലഹരിയുടെ കൊടുമുടിയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഈ തർക്കത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും ലഹരി ഉപയോഗം മൂലമുള്ള മാനസിക നില തെറ്റിയ സംസാരങ്ങളോ മുൻ വൈരാഗ്യങ്ങളോ ആകാം ഈ കലഹത്തിന്റെ കാരണമായത്. ഈ നിസ്സാരമായിട്ടുള്ള തർക്കം ക്രമാതീതമായി അങ്ങനെ വളർന്നു. മാണിക്കനെ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. തർക്കം രൂക്ഷമായതോടെ മാണിക്കൻ അവിശ്വസനീയമായിട്ടുള്ള ഒരു കൃത്യത്തിന് മുതിർന്നു. ബൈക്കിൽ നിറയ്ക്കാൻ കരുതിയിരുന്ന കുപ്പിയിൽ ഉണ്ടായിരുന്ന പെട്രോൾ അദ്ദേഹം അനുജനായിട്ടുള്ള മണികണ്ഠന്റെ ദേഹത്തേക്ക് ഒഴിച്ചു. ലഹരിയുടെ സ്വാധീനത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിയാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന പകയുടെ ഫലമാണോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. പെട്രോൾ ഒഴിച്ച ശേഷം മാണിക്കൻ ലൈറ്റർ ഉപയോഗിച്ച് മണികണ്ഠന്റെ ദേഹത്തേക്ക് തീ കൊളുത്തുകയായിരുന്നു. ലഹരിയുടെ ഇരയായി മാറിയ ഒരു മനസ്സ് അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട് സ്വന്തം കൂടപ്പിറപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ നിമിഷം പ്രദേശവാസികളെയും പോലീസിനെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ടാവണം. തീ കൊളുത്തിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠൻ രക്ഷപ്പെടാനായി നിലവിളിച്ചുകൊണ്ട് ഓടി. മറ്റു വഴിയാത്രക്കാരോ സമീപവാസികളോ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് മണികണ്ഠൻ നിലവിൽ ചികിത്സയിലുള്ളത്. ശരീരത്തിന്റെ 30% പൊള്ളലേറ്റതായാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. പൊള്ളലിന്റെ ആഴവും വ്യാപ്തിയും ഗുരുതരമായതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ നൽകി വരികയാണ്. പൊള്ളലേറ്റ കേസുകളിൽ 30% പൊള്ളൽ പോലും രോഗിയുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. കൃത്യം നടത്തിയ ചേട്ടൻ മാണിക്കനെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ ലഹരി ഉപയോഗത്തിന് ശേഷമുണ്ടായിട്ടുള്ള തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് മാണിക്കൻ സമ്മതിച്ചിട്ടുണ്ട്. മാണിക്കിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുമുണ്ട്. ലഹരിയുടെ സ്വാധീനത്തിൽ ചെയ്ത കുറ്റകൃത്യമാണോ അതോ വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടെ ചെയ്ത കുറ്റമായിട്ടാണോ കേസിനെ സമീപിക്കേണ്ടത് എന്ന കാര്യത്തിൽ നിയമപരമായിട്ടുള്ള വിശകലനങ്ങൾ നിലനിൽക്കുകയാണ്. മാണിക്കിന്റെ മുൻകാല ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന മറ്റ് തർക്കങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സഹോദര കൊലപാതക ശ്രമം പോലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ലഹരി ഉപയോഗം വരുത്തിവെക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ വിവേചന ശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. ഇത് വ്യക്തികളെ എളുപ്പത്തിൽ പ്രകോപിതരാക്കുകയും അക്രമവാസന പ്രകടിപ്പിക്കാനും എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിന്റെ സമീപകാലത്തായിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സംഭവങ്ങൾ ലഹരിയുടെ നിയന്ത്രണമില്ലാത്ത ഉപയോഗം ഒരു കുടുംബത്തെയും സമൂഹത്തെയും എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. മാണിക്കൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നതും ദീപാവലിക്ക് ചോറ്റാനിക്കരയിൽ എത്തിയതും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഇവർക്കിടയിൽ മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ നിലനിന്നിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചുള്ള തർക്കങ്ങൾ പലപ്പോഴും മുൻപുണ്ടായിരുന്ന വൈരാഗ്യങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ കാരണമാകാറുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും തകർച്ചയും കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തുകയാണ്. സംഭവം നടന്ന ചോറ്റാനിക്കര ക്ഷേത്ര പാർക്കിംഗ് ഏരിയ പൊതുജനങ്ങൾക്ക് സാധാരണമായി ഉപയോഗിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരമൊരു സ്ഥലത്ത് വെച്ച് ഇത്രയും വലിയൊരു അക്രമം നടന്നത് പ്രദേശവാസികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്.